ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പൊങ്കാല മഹോത്സവം. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രം തൊടുപുഴ തിരുവുത്സവവും പൊങ്കാല മഹോത്സവവും ദിവ്യകലശം 2025 മാർച്ച് 8 മുതൽ മാർച്ച് 14 വരെ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കൈതപ്രം നാരായണൻ നമ്പൂതിരിയുടെയും നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവവും പൊങ്കാല മഹോത്സവവും ദ്രവ്യകലശവും മാർച്ച് മാസം 8-ാം തീയതി ശനിയാഴ്ച നവഗ്രഹ പൂജയോടുകൂടി ആരംഭിക്കുകയാണ്. അന്നേ ദിവസം വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് ആചാര്യഭരണങ്ങൾ. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷ പരിപാടികളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ്. തിരുവുത്സവ ആഘോഷ പരിപാടിയുടെ 2-ാം ദിവസമായ മാർച്ച് മാസം 9-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 നവഗ്രഹ പൂജ, തുടർന്ന് 10:30 വിശേഷാൽ പൂജകൾ. തിരുവുത്സവം 3-ാം ദിവസം മാർച്ച് മാസം 10-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് അന്നപൂർണേശ്വരിയുടെയും ഭദ്രകാളിയുടെയും പരികലശാഭിഷേകം, രാവിലെ 9:30 നവഗ്രഹ പൂജ, വൈകിട്ട് 5:30 താലപ്പൊലി എതിരേൽപ്പ്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും ആട്ടക്കാവടിയുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. തുടർന്ന് വിശേഷാൽ ദീപാരാധന. 7:30 തിരുവാതിര, 7:50 ഭരതനാട്യം, 8 മണിക്ക് ഭരതനാട്യം, 8:10 സെമി ക്ലാസിക്കൽ ഡാൻസ്, 8:20 ഡാൻസ്, 8:20 തിരുവാതിര. തിരുവുത്സവം 4-ാം ദിവസം മാർച്ച് മാസം 11-ാം തീയതി ചൊവ്വാഴ്ച. അന്നേ ദിവസം രാവിലെ 9 മണിക്ക് വിശേഷാൽ നവഗ്രഹ പൂജകൾ നടത്തപ്പെടുകയാണ്. രാവിലെ 10 വിശേഷാൽ ആയില്യം പൂജ, സർപ്പപൂജ, 7 മണിക്ക് വിശേഷാൽ ദീപാരാധന. തിരുവുത്സവം 5-ാം ദിവസം മാർച്ച് മാസം 12-ാം തീയതി ബുധനാഴ്ച. അന്നേ ദിവസം രാവിലെ 9:30 ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം, 10 നവഗ്രഹ പൂജ, 10:30 സംഗീതാർച്ചന, 11:30 പൊങ്കാല നിവേദ്യം, 11:45 ഭക്തിഗാനമേള, 12:30 അതീവ ദർശന പ്രാധാന്യമേറിയ മകംതൊഴൽ, 1 മണിക്ക് പ്രസാദപൂജ, വൈകിട്ട് 7 മണിക്ക് വിശേഷാൽ ദീപാരാധന. തിരുവുത്സവം 6-ാം ദിവസം മാർച്ച് മാസം 13-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് നവഗ്രഹ പൂജ. അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് പൂരം എഴുന്നള്ളിപ്പ്. മണക്കാട് നെല്ലിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും നെറ്റിപ്പട്ടം ചാർത്തിയ ഗജവീരന്റെയും ആട്ടക്കാവടിയുടെയും പമ്പമേളത്തിന്റെയും അകമ്പടിയോടുകൂടി ആരംഭിക്കുകയാണ്. നമ്മുടെ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ പൊങ്കാല മഹോത്സവം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് ശുദ്ധി, അതുപോലെ നാളെ മറ്റന്നാൾ ദിവ്യകലശാഭിഷേകം, ബുധനാഴ്ച പൊങ്കാല സമർപ്പണം. എല്ലാവരും വന്ന് പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമ്മേ നാരായണ. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഇന്ന് വൈകുന്നേരം ശുദ്ധിക്രിയകളോടെ ആരംഭിച്ച് കലശങ്ങൾ തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 6ഓളം തന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം ആരംഭിച്ച് നാളെ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഭദ്രകാളിക്കും അന്നപൂർണേശ്വരി ദേവിക്കും കലശാഭിഷേകം. അത് കഴിഞ്ഞ് 10-ാം തീയതി വൈകുന്നേരമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്റെയും ആട്ടക്കാവടിയുടെയും പഞ്ചവാദ്യത്തിന്റെയും പമ്പമേളത്തിന്റെയും എല്ലാം അകമ്പടിയോടുകൂടി താലപ്പൊലി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിശേഷാൽ ദീപാരാധന നടക്കും. 11 മണിക്ക് പതിവ് പൂജകൾ, വിശേഷാൽ ആയില്യം പൂജയും നവഗ്രഹ പൂജയും ഉണ്ടായിരിക്കും. അമ്മേ നാരായണ. ഇടുക്കി ജില്ലയിലെ ഏക നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. ഏറെ പ്രത്യേകതകളുള്ള നമ്മുടെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ബുധനാഴ്ച 12-ാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ അമ്പലത്തിൽ നിന്നും പ്രത്യേകതയായിട്ട് നമ്മൾ ഈ പ്രാവശ്യം പൊങ്കാലയിടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, പോരാത്തതിന് നെല്ലിക്കാവിൽ നിന്ന് വരുന്ന ഗജവീരന്മാരുടെ ഘോഷയാത്രയും, പിന്നെ തൊടുപുഴ അമ്പലത്തിൽ നിന്ന് വരുന്ന ഘോഷയാത്രയും ഉൾപ്പെടെ
അന്നപൂർണേശ്വരിയുടെ പൊങ്കാലയ്ക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മൾ ഇപ്രാവശ്യം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അത് ഇപ്രാവശ്യത്തെ ചൂടിന്റെ കാഠിന്യത്തിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായാൽ അതിനും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. അമ്മേ നാരായണ. നാട്ടുരാജ്യ ന്യൂസിനെയും ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് KK വിജയൻ.